DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ആഗോള അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ പണവായ്പാ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയായ റിപ്പോ നിരക്ക് 5.25% തുടരും. ഇറാൻ യുദ്ധം മൂലമുണ്ടായ ഊർജ പ്രതിസന്ധി, അസംസ്കൃത എണ്ണ വില വർധന, എൽനിനോ മൂലമുണ്ടാകാനിടയുള്ള ഭക്ഷ്യവിലക്കയറ്റം തുടങ്ങിയവ കണക്കിലെടുത്താണ് റിസർവ് ബാങ്ക് പണനയ സമിതിയുടെ തീരുമാനം. രൂപയുടെ മൂല്യം നിലനിർത്തുന്നതിനും കടപ്പത്ര ആദായം നിയന്ത്രിക്കുന്നതിനുമാണ് റിസർവ് ബാങ്ക് ഊന്നൽ നൽകുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പവൻ ഒറ്റയടിക്ക് 2,920 രൂപയാണ് വർദ്ധിച്ചത്. 1,12,800 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് ആനുപാതികമായി 365 രൂപയാണ് വർദ്ധിച്ചത്. 14,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന 5 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ ക്വാട്ട ഇരട്ടിയാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പെട്രോളിയം മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് ഗാർഹിക കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പകരം സംവിധാനം. ഗാർഹിക സിലിണ്ടറുകളുടെ ബുക്കിംഗ് ഇടവേള കൂട്ടിയതുമൂലം ഉപയോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 5 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിതരണം വർദ്ധിപ്പിച്ചിരുന്നു. ഗാർഹിക കണക്ഷനുള്ള നടപടിക്രമങ്ങളില്ലാതെ തിരിച്ചറിയൽ രേഖ മാത്രം നൽകി സിലിണ്ടർ കൊണ്ടുപോകാമെന്നതാണ് നേട്ടം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നു മുതൽ തിരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച വരെ 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ ഉയർന്ന വേനൽ ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം ശരീരത്തിൽ നേരിട്ട് ചൂടേൽക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ആയതിനാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ഏപ്രിൽ 7 മുതൽ, അതായത് ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ കണക്ട് വർക്ക് സ്കോളർഷിപ്പിന്റെ 2 ഗഡുക്കളായ 2,000 രൂപയുടെ വിതരണം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകി അംഗീകാരം ലഭിച്ചവർക്കാണ് നിലവിൽ തുക ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഗുണഭോക്താക്കളുടെ ഫോണുകളിലേക്ക് ഇത് സംബന്ധിച്ച SMS അലേർട്ടുകൾ എത്തുന്നുണ്ട്. ആകെ 12 മാസത്തെ ഗഡുക്കളായാണ് ഈ തുക ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 45,000 ഗുണഭോക്താക്കൾക്കും പിന്നീട് 29,000 പേർക്കും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വെരിഫിക്കേഷൻ പൂർത്തിയാകാനുള്ള പുതിയ അപേക്ഷകർക്കും വരും ദിവസങ്ങളിൽ തുക ലഭിക്കുന്നതാണ്. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം നേരിട്ടെത്തുന്നത്. നിലവിൽ തുക ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല. വരും ദിവസങ്ങളിൽ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.